ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരൂസ് ഹെൽത്ത് ആൻഡ് ടിപ്സ്. നമുക്കിന്നൊരു പാൽപ്പായസം ഉണ്ടാക്കാം. പാലട പായസമാണ്, വിഷു സ്പെഷ്യലാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. അരക്കപ്പ് അട നുറുക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. കുറച്ചധികം വെള്ളം ഒഴിച്ച് നമുക്ക് ഈ അട നന്നായിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഈ വെന്ത അടയിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ അട നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിനെ ഊറ്റിയെടുത്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി വാഷ് ചെയ്ത് ഊറ്റി വയ്ക്കണം. ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ചവ്വരി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്കും പായസം ഇളക്കാനായിട്ട് ആളെത്തിയിട്ടുണ്ട്. അട നന്നായിട്ട് വെന്ത് തണുത്ത വെള്ളത്തിന് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അടയാണ്. അത് നമുക്ക് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നെയ്യിൽ നന്നായിട്ട് വഴണ്ട് വരണം. അര ലിറ്റർ പാൽ നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കും. അത് നന്നായിട്ട് വറ്റി വരണം. നെയ്യിൽ വരട്ടിയെടുത്ത അടയിലേക്ക് 1 കപ്പ് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചവ്വരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തിളപ്പിക്കാൻ വെച്ച പാല് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടി യോജിച്ച് വരണം. തിള വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും 1 പിഞ്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് കിസ്മിസ് മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. വിഷു സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. താങ്ക് യു ഫോർ വാച്ചിങ്. പായസം